ഇന്നത്തെ റെസിപ്പി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫഡ്ജി ബ്രൗണിയാണ്. ബ്രൗണി നമുക്ക് കേക്കി ടെക്സ്ചറിലോ അല്ലെങ്കിൽ ഫഡ്ജി ബ്രൗണി ആയിട്ടോ തയ്യാറാക്കാം. ഞാനിപ്പോൾ ഫഡ്ജി ബ്രൗണി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഫഡ്ജി ബ്രൗണിയിൽ നമ്മൾ കൂടുതൽ ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല ചൂയും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ടെക്സ്ചറായിരിക്കും ഇതിന്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആൻഡ് ചൂയി ആയിട്ടുള്ളൊരു ഫഡ്ജി ബ്രൗണിയാണിത്. ആദ്യം തന്നെ നമുക്ക് ബ്രൗണി തയ്യാറാക്കാനുള്ള കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ് യൂസ് ചെയ്യുന്നത്. ഈ ടിന്നിൻ്റെ അളവിലുള്ള 2 ബട്ടർ പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം ആ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. ബ്രൗണി തയ്യാറാക്കുമ്പോൾ എപ്പോഴും ബട്ടർ പേപ്പർ ഇട്ടിട്ട് ബേക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബേക്കിംഗ് ടിന്ന് തയ്യാറായിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തതായിട്ട് ചോക്ലേറ്റിൻ്റെ മിക്സ് തയ്യാറാക്കാം. 200 ഗ്രാം അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാനിപ്പോൾ ഈ ഒരു ബ്രൗണി തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് തിളച്ച വെള്ളത്തിൻ്റെ മീതേക്ക് വെച്ചിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിൽ കൂടിയാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 100 ഗ്രാം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാൾട്ടഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചോക്ലേറ്റിൻ്റെയും ബട്ടറിൻ്റെയും മിക്സ് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ച ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 120 ഗ്രാം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര 1 കപ്പ് എടുത്ത ശേഷം അതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര മുഴുവനോട് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ബീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാനപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഈ പഞ്ചസാരയുടെ തരികളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ബട്ടർ അൺസാൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. സാൾട്ടഡ് ആണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഒഴിവാക്കണം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെയും ബട്ടറിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിക്സിൻ്റെ ചൂട് അത്യാവശ്യം ആറിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എഗ്ഗ് പിരിഞ്ഞ് പോവും. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് എല്ലായിടത്തോട്ടും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 60 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രൗണി ശരിയാവില്ല. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. കുറച്ചൊരു തിക്നെസ്സോട് കൂടിയ ഒരു ബാറ്റർ ആയിരിക്കും ഇത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ബ്രൗണി ബേക്ക് ചെയ്യുമ്പോൾ 165 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മുകളിലെ ആ ഒരു ക്രാക്കി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കറക്റ്റായിട്ട് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ക്രാക്കി ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കേക്ക് ബേക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ടെമ്പറേച്ചർ കുറച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു ബ്രൗണി ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ബേക്ക് ചെയ്യാനായിട്ട് പ്രീഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 35 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ബ്രൗണി നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. മുകളിൽ നല്ല ക്രാക്കി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറിലാണ് നമ്മുടെ ബ്രൗണി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഉള്ളിൽ നല്ല ചൂയി ആൻഡ് ഫഡ്ജിയും മുകളിൽ നല്ല ക്രാക്കി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫഡ്ജി ബ്രൗണിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ഹോം ബേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് പുറത്ത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 9 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പീസിന് നമുക്ക് 35 to 50 റുപ്പീസ് വരെ വാങ്ങിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ ഒരു ബ്രൗണിയുടെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും എത്ര ചൂയി ആൻഡ് ഫഡ്ജി ആണെന്ന്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക്